നമസ്കാരം. ഇന്ന് കൈപ്പക്ക തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കാൻ നല്ല രുചിയും നല്ല മണമായിരിക്കും. കഴിക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. 2 കൈപ്പക്ക നീളത്തിലരിഞ്ഞ് പ്ലേറ്റിൽ വെച്ച് കുരു മൂക്കാത്ത കാരണം കുരു എടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1 ബൗൾ തേങ്ങ ചിരവിയത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. ഓയിൽ അധികം ചേർത്താൽ കറിക്ക് നല്ല ബ്രൗൺ കളറായിരിക്കും. ഞാൻ അധികം ഓയിൽ എടുക്കുന്നില്ല. 1 കാശ്മീരി മുളക് അരിഞ്ഞ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് 1.5 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി ചേർത്ത് വറവ് റെഡിയായി. ഒരു പ്ലേറ്റിലേക്ക് തണുക്കാനിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് കറക്കിയെടുത്ത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി അടുപ്പത്ത് ഉരുളി വെച്ച് 1 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിന് കൈപ്പക്ക ഇട്ടൊന്ന് വാട്ടിയെടുക്കണം. വാട്ടി കൊടുത്തുകൊണ്ടേയിരിക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൈപ്പക്കൊന്ന് വാടി വന്നപ്പോൾ കോരിയെടുക്കാം. ഓയിൽ കുറച്ച് 1 ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ 2 വലിയ ഉള്ളി കുറച്ച് വണ്ണത്തിൽ തന്നെ അരിഞ്ഞിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. വാടി വന്നപ്പോൾ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി വറുത്ത് കോരി വെച്ച കൈപ്പക്ക ഇട്ട് കൊടുക്കണം. ഇത് വാളംപുളി പിഴിഞ്ഞ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ കറിക്ക് നല്ല മണം വരുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറിക്ക് ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് കൊഴുത്തിട്ടിരിക്കണം കറി. ഉപ്പുണ്ടോയെന്ന് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി അടച്ച് വെക്കാം. കുറച്ച് നേരമായി അടപ്പ് തുറന്ന് കറി നല്ലപോലെ തിളച്ച് കൊഴുപ്പ് വരും. തണുത്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.